നിബിഡവനത്തിൽ നായാട്ടിനിറങ്ങുന്ന സമയത്ത് ഒരു സിംഹം നമ്മുടെ സഹായത്തിനെത്തിയാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഒരു സുരക്ഷിതത്വമാണ് മെസ്സിയുടെ സാന്നിധ്യം അർജന്റീനയ്ക്ക് പകർന്നു നൽകുന്നത്. ലയണൽ എന്ന പേര് അയാൾക്ക് വെറുതെ കിട്ടിയതല്ല. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന സെമി ഫൈനൽ മത്സരത്തിലെ 68-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് ഗോൾ കീപ്പറായ ജോർദൻ പിക്ഫോർഡ് അത്യുജ്വലമായൊരു സേവ് നടത്തുന്നുണ്ട്. മെസ്സി നൽകിയ പെർഫെക്റ്റായ ക്രോസിൽ നിന്നും നിക്കോ ഗോൺസാലസ് സൃഷ്ടിച്ചെടുത്ത ക്രോസ് റേഞ്ച് ഹെഡറിനെയാണ് പിക്ഫോർഡ് നിർവീര്യമാക്കുന്നത്. അതുകണ്ട് പല മുൻകാല ഇംഗ്ലീഷ് താരങ്ങളും BBC റേഡിയോയിലൂടെ ഇങ്ങനെ ആക്രോശിച്ചു: പിക്ഫോർഡ് നടത്തിയത് മാച്ച് വിന്നിംഗ് സേവാണെന്ന്. അധികം വൈകാതെ റഫറി ഹൈഡ്രേഷൻ ബ്രേക്ക് എടുത്തു. 1-0 നിൽക്കുന്ന അർജന്റീന പതുക്കെ താളം കണ്ടെത്തുവാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് കളിയിൽ ഇടവേള വരുന്നത് ഒട്ടും തന്നെ ഗുണകരമായിരുന്നില്ല. അർജന്റീന ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അലിസ്റ്ററും ഗോൺസാലസും തുടർത്തുവിട്ട ഹെഡറുകൾ ലക്ഷ്യം കണ്ടില്ല. അലിസ്റ്ററുടെ തലയിൽ നിന്ന് പുറപ്പെട്ട പന്ത് പോസ്റ്റിൽ തട്ടിത്തെറിച്ചപ്പോൾ പലർക്കും പൗലോ കോലയുടെ പ്രശസ്തമായ വാചകം ഓർമ്മ വന്നിട്ടുണ്ടാകണം: ഇംഗ്ലീഷ് വിജയത്തിന് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുകയാണ്. അർജന്റീനയ്ക്ക് ഭാഗ്യമില്ല. ആ നിമിഷത്തിലാണ് മെസ്സി എന്ന ആർമി ചീഫ് ചാർജ് എടുക്കുന്നത്. അയാളുടെ കാലുകളിൽ നിന്നും മിസൈലുകളും ഗ്രനേഡുകളും ജന്മം കൊള്ളാൻ തുടങ്ങിയിരുന്നു. ഭാഗ്യം പോലും അർജന്റീനയുടെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിച്ചു തുടങ്ങി. ചുരുങ്ങിയ സമയം കൊണ്ട് ഹെർണാണ്ടസും മാർട്ടിനസും ഇംഗ്ലീഷ് ഗോൾ വല കുലുക്കി. 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത് അതേ മെസ്സി തന്നെയായിരുന്നു. 5 മിനിറ്റ് അകലെ തോൽവി കാത്തിരിക്കുമ്പോഴാണ് ഹെർണാണ്ടസ് ഗോൾ നേടിയത്. എന്നിട്ടും അയാൾ അമിതമായ ആഹ്ലാദങ്ങൾ നടത്തിയില്ല. അതിന് ഒറ്റർത്ഥമേയുള്ളൂ: മരണത്തിൽ നിന്ന് ഉയർത്തി നിൽക്കുവാൻ സാധിക്കുമെന്നുറപ്പ് ഹെർണാണ്ടസിനും മെസ്സിക്കുമുണ്ടായിരുന്നു. ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മനോഭാവമാണത്. അമരത്ത് ഒരു മെസ്സി ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ചങ്കുറപ്പ്. ഒരു ഗുസ്തി മത്സരത്തെ ഓർമ്മിപ്പിക്കുന്ന സെമി ഫൈനലാണ് നാം ദർശിച്ചത്. കളിയുടെ ആദ്യ പകുതിയിൽ മാത്രം 19 ഫൗളുകളാണ് ഉണ്ടായത്. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ സാക്ഷാൽ ഡീഗോ മറഡോണയെ ഒതുക്കുന്നതിന് വേണ്ടി ടെറി ഫെൻഫിക് എന്ന ഡിഫൻഡറെയാണ് ഇംഗ്ലണ്ട് ചുമതലപ്പെടുത്തിയിരുന്നത്. ആ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ മഞ്ഞക്കാർഡുകൾ വാങ്ങിയത് ടെറിയായിരുന്നു. ടെറർ എന്ന വിശേഷണം ടെറിക്ക് നല്ലതുപോലെ ഇണങ്ങുന്നുണ്ടായിരുന്നു. മറഡോണയുടെ ഇരട്ട ഗോളുകളുടെ മികവിൽ അർജന്റീന ആ ക്വാർട്ടർ ഫൈനലിൽ വിജയിച്ചു. പിൻകാലത്ത് ടെറി ഇങ്ങനെ പറഞ്ഞു: മറഡോണയെ ഭയപ്പെടുത്താനാണ് ഞാൻ മത്സരത്തിലുടനീളം ശ്രമിച്ചത്. എനിക്കതിന് സാധിച്ചതേയില്ല. മറഡോണയൊരു സ്ട്രെയിറ്റ് ഫൈറ്ററായിരുന്നു. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മറഡോണ നേരിട്ട അതേ വെല്ലുവിളികൾ തന്നെയാണ് മെസ്സിയും അഭിമുഖീകരിച്ചത്. മെസ്സിയെ പരമ്പരാഗത ശൈലിയിൽ മാൻമാർക്ക് ചെയ്യുമെന്ന് ഇംഗ്ലണ്ട് കോച്ച് മുന്നേ സൂചിപ്പിച്ചിരുന്നു. പഴയ ഇംഗ്ലീഷ് വിങ്ങർ ജോ കോൾ മെസ്സിയെ ഉറക്കി കിടത്തുമെന്നാണ് അവകാശപ്പെട്ടത്. ഇപ്പോൾ മെസ്സി ഇംഗ്ലണ്ടിന് നിദ്രാവിഹീനമായ രാവുകൾ സമ്മാനിച്ചിരിക്കുന്നു. മറഡോണ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സ്പടികം എന്ന സിനിമയിലെ രാജൻ പിതാവിനെ പോലെ മറഡോണ ഇങ്ങനെ ചോദിക്കുമായിരുന്നു: മെസ്സിയെ എത്രയെണ്ണം കൊടുത്തടാവന്മാർക്കെന്ന്. ആടുതോമയുടെ ശൈലിയിൽ റൈബൻ ഗ്ലാസ് ധരിച്ചുകൊണ്ട് മെസ്സി ഇങ്ങനെ മറുപടി നൽകും: അവന്മാരുടെ അണ്ണാക്ക് ചവിട്ടി അകത്ത് കയറ്റിയിട്ടുണ്ട്. അതെ, ലയണൽ മെസ്സി. അയാൾ അർജന്റീനയുടെ അമരത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്.